നമസ്കാരം. നമ്മൾ കുറേയധികം അതിഥികളെ പരിചയപ്പെട്ടു, അവരുടെ വിശേഷങ്ങളൊക്കെ കേട്ടറിഞ്ഞു. കുറേയധികം കൗതുകം നിറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഓരോ ദിവസവും അറിയുന്നത്. പക്ഷേ ഈ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയപ്പെട്ടതാണ്. നമ്മൾ മിനി സ്ക്രീനിലേക്കൊക്കെ നോക്കുമ്പോൾ കുറേയധികം മുഖങ്ങൾ നമ്മളെ അങ്ങനെ അത്രത്തോളം പിടിച്ചിരുത്തും. അവരുടെ അടുത്തുനിന്ന് ഒരു മാജിക് തന്നെയാണ്, ഒരു എനർജി തന്നെയാണ് നമുക്കൊക്കെ അവർ ഫ്രെയിമിലൂടെ നമുക്ക് തരുന്നത്. അത്തരത്തിൽ എനർജിയൊക്കെ പകർന്ന ഈ ഒരു പ്രായത്തിലും ചുറുചുറുക്കോടെ ക്യാമറ കണ്ടാൽ, ഫ്രെയിം കണ്ടാൽ, ഡേറ്റ് ചോദിച്ചാൽ നോ എന്നൊരു പറയാത്ത ഒരു താരമാണ് സേതുലക്ഷ്മി അമ്മ. നമസ്കാരം അമ്മ. നമസ്കാരം അമ്മ. ഈ പറഞ്ഞതുപോലെ തന്നെ അമ്മയുടെ എനർജി അത് തന്നെയാണ് ഏറ്റവും ഫസ്റ്റ് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ ഞാൻ അമ്മ ഇൻ്റർവ്യൂ ഉണ്ട്, ഞാനൊന്ന് എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോൾ അമ്മ ഓക്കെ മോളെ, ഞാൻ ഇന്ന് ഒരു ഇടം വരെ പോവാണ്, നാളെ നമുക്ക് ചെയ്യാം എന്നാണ് പറഞ്ഞത്. എന്താ എങ്ങനെയാണെന്നൊന്നും അമ്മ ചോദിച്ചിട്ടില്ല. അതാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ലൈഫ് അവർ അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത് തന്നെയല്ലേ അമ്മയുടെ ഒരു എനർജീൻ്റെയും ഒരു ബൂസ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? അതെ. പക്ഷെ എനിക്കിപ്പം എന്താണെന്ന് അറിയുന്നില്ല, നടക്കുമ്പോൾ ഒക്കെ കാല് ഇങ്ങനെ വീഴും, കൂടെ മറിഞ്ഞു വീഴുന്നു. അതുകൊണ്ട് ഇൻ്റർവ്യൂകളൊക്കെ ഞാനൊന്ന് പണ്ടേ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഇൻ്റർവ്യൂ ഒന്ന് നിർത്താമെന്ന് മോഹിച്ചു. ഇപ്പം കുറേ ഇൻ്റർവ്യൂകൾ ഞാൻ പോയില്ല. പിന്നെ വീട്ടിൽ വരുമ്പോൾ ഞാൻ ഡ്രസ്സുകളൊക്കെ കൊണ്ടുവന്ന് ഞാൻ ഹാളിലൊക്കെ അങ്ങനെ വാരി വിരിച്ചിടുന്നത് കൊണ്ടൊക്കെ എനിക്ക് വീട്ടിൽ വന്ന് ചെയ്യാൻ, വീട്ടിലാണ് വരുന്നത് കൂടുതലും. അത് അങ്ങനെ വരാനുള്ള അസൗകര്യമുണ്ട് എനിക്ക്. അങ്ങനെ ഒരു ഇതാണ്. ഇപ്പം അഭിനയിക്കാൻ പോയാൽ പറ്റത്തുള്ളൂ നമുക്ക്. അപ്പം നമ്മൾ അതിൻ്റെതായ രീതിയിൽ നിൽക്കുന്നതാണ്, ബലം വരിച്ച് നിൽക്കുന്നതാണ്. ദൂരെ യാത്ര പോലും വയ്യാത്തതായി വന്നു. അത് പറയരുതെന്ന് എല്ലാവരും പറയും. എന്നാലും ഒരു നല്ല സിനിമയൊക്കെ വന്നാൽ ഞാൻ ദൂരയാത്ര സഹിച്ചങ്ങ് പോകും. അവിടെ ക്ഷീണവും കാണിക്കത്തില്ല. ഇപ്പം പുതിയ സിനിമയുടെ വിശേഷങ്ങൾ തന്നെയാണ് ആട് 3യും അതേപോലെ ഒറ്റക്കൊമ്പനും. അതിൻ്റെ ഒരു വിശേഷങ്ങളിലേക്ക് തന്നെയാണ് നമ്മളിനി കിടക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഇപ്പം ഇനി വരാനിരിക്കുന്നത് ഈ 2 ചിത്രങ്ങളാണല്ലേ? അല്ല, പിന്നെ മാർത്താണ്ഡൻ സാറിൻ്റെ ഒരു പടം ഓട്ടം തുള്ളലെന്നും പറഞ്ഞ്, അതൊരു 2 കാലഘട്ടമാണ്. എൻ്റെ ചെറുപ്പവും കാണിക്കുന്നുണ്ട്, കൊച്ചു ചെറുക്കൻ്റെ അമ്മയായിട്ടും കാണിക്കുന്നുണ്ട്, വലിയ ആളിൻ്റെ അമ്മയായിട്ടും കാണിക്കുന്നുണ്ട്. അതും നല്ലൊരു പടമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോഴത്തെ പടമൊന്നും അങ്ങനെ അങ്ങോട്ട് ഇതാവുന്നില്ലല്ലോ, അതുകൊണ്ടൊരു മാനസിക വിഷമം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലേ? എനിക്ക് അതാണ് അത്. ആട് 3നെ കുറിച്ച് എന്താണ്? എനിക്ക് ആട് 3 ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റ ടേക്കിനെടുക്കും ഞാൻ. ഡയറക്ടർ മിഥുൻ മാനുവലാണ്. ഒറ്റ ടേക്കിനെടുക്കും. അവർ നമുക്ക് നല്ല പ്രോത്സാഹനം തരും. എന്നാൽ മറ്റുള്ളവർ അങ്ങനെ അല്ലെന്നല്ല, എന്തോ എനിക്ക് ആട് 2ൽ പോയപ്പോഴുള്ള ആ സന്തോഷം എനിക്ക് ഇതുവരെ മാറിയില്ല. അപ്പം ആട് 3ൽ വിളിച്ചിട്ട് നമുക്ക് ആട് 3 തുടങ്ങാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് വിളിക്കുന്നില്ല. ഞാൻ വിചാരിച്ചു ദൈവമേ, ഇനി ഞാൻ ആ ആട് 2ൽ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നതായിട്ടാണ് ഇവൻ്റെ ശല്യം കാരണം. അപ്പം അവൻ അവിടെയും വന്ന് ശല്യം ചെയ്യും. അപ്പം വേണമെങ്കിൽ എന്നെ കൊന്നാ എന്തോ, ആശുപത്രി കിടന്ന് മരിക്കാം. ഇപ്പോഴും പണവും വേണമല്ലോ പ്രൊഡ്യൂസേഴ്സിനൊക്കെ. അപ്പം അങ്ങനെ ചെയ്താന്ന് വെച്ചു. പിന്നെ ഞാൻ ഇല്ല, വരും എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആഗ്രഹിച്ചിരുന്നതായിരുന്നു, വരാത്തോണ്ട് എനിക്ക് വിഷമമായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് വിളിച്ച് 4 ദിവസം വർക്കുണ്ടായിരുന്നു. ജയസൂര്യയുടെ കൂടെ എല്ലാം. പിന്നെ കുറേ ജയസൂര്യയുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ വരും. അത് നല്ലതാണ്, എനിക്ക് അഭിനയിക്കാൻ സുഖമുള്ള. ജയസൂര്യായിട്ടുള്ള ഒരു കോംബോ എങ്ങനെയുണ്ടായിരുന്നു അഭിനയം, ആ ഷൂട്ട് ലൊക്കേഷനൊക്കെ? നല്ല ഇതാണ് പോണതും. പിന്നെ എൻ്റെ ഒരു ആരോ ആണെന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ കൊച്ചുമോനാണെന്ന് തോന്നുന്നു, മോനെന്നും തോന്നുന്നില്ല എനിക്ക്. കൊച്ചുമോൻ. ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ പുറകെ വന്നിട്ട് കണ്ണ് പൊത്തും. ആരാണെന്ന് പറയത്തില്ല. അപ്പം ഞാൻ മിണ്ടാതെ ഞാൻ വെച്ചാൽ ആരാ എന്ന് ചോദിക്കും. അപ്പം അവർ പറയത്തില്ല. അപ്പം ഞാൻ അവർ ചോദിക്കും. അപ്പം ഞാൻ പറയേ എൻ്റെ മോനാണെന്ന് പറയും. അങ്ങനെ നല്ല സ്നേഹമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഏറ്റവും ഇഷ്ടം അവിടെ കുറച്ചുകൂടെ കിട്ടിയെങ്കിൽ ഞാൻ പറഞ്ഞ മിഥുൻ മാനുവലിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്ത് ഞാൻ പറഞ്ഞ് മിഥുൻ മാനുവലാണ് എഴുതുന്നതും ഡയറക്ടറും. ഞാൻ പോവുകയാണ്, പക്ഷേ എഴുതുമ്പം തലയിൽ എൻ്റെ വല്ലതും വരുന്നെങ്കിൽ അങ്ങ് എഴുതി കയറ്റിക്കൊള്ളണേ എന്ന് പറഞ്ഞു. അത്ര ഇഷ്ടമാണ്. ചില സിനിമയൊക്കെ തീർന്നെങ്കിൽ അങ്ങനെ ഒരു ഇങ്ങനെ എന്താ പറയുക, പെട്ടെന്ന് തീർന്നു പോവുക, കുറച്ചുകൂടെ കിട്ടിയായിരുന്നെങ്കിൽ അങ്ങനെ തോന്നാറുണ്ട്. എനിക്ക് പല സിനിമകളും അങ്ങനെ യൂത്തിൽ ഞാൻ കൂടെ പറയും എനിക്കിത് തൃപ്തമായില്ല, എനിക്ക് ഇനിയും വേണം. അങ്ങനെ തോന്നിയ ഏതാണല്ലേ? എന്താണെന്ന് അറിഞ്ഞൂടെ, എൻ്റെ മനസ്സിൻ്റെ സന്തോഷമാണോ കഥ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിഷ്ടം, എനിക്ക് അങ്ങനെ തോന്നുന്നത്.
ഈ പറഞ്ഞ പോലെ തന്നെ അഭിനയം എന്നുള്ളത് അത് വലിയൊരു ഇഷ്ടം തന്നെയായിരുന്നു. അത് കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ തൊട്ട് തന്നെ ഡാൻസ് അതിൻ്റെ ഒരു പാഷനായിട്ട് പോയി അല്ലേ? ഡാൻസിലൂടെയായിരുന്നു തുടക്കം എന്ന് തോന്നുന്നു. ആ, ഡാൻസിലൂടെയാണ് തുടക്കം. ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് സോദരിനാൾ മ്യൂസിക് കോളേജിൽ ഡാൻസ് പഠിച്ച് നടനഭൂഷണം പാസ്സായതാണ്. ഡാൻസ് സ്കൂളിൽ ടീച്ചറും അവരും ഇങ്ങനെയൊക്കെ പോകുമായിരുന്നു. അതിനുശേഷം ബുദ്ധിമുട്ടാണ്, രക്ഷകർത്താക്കളെ പരാതി കേൾക്കണം. ഇപ്പം നമ്മൾ 10 പിള്ളേരെ മത്സരത്തിനൊക്കെ കൊണ്ടുപോകണം. മത്സരം ഒരു കുട്ടിക്കേ പ്രൈസ് കിട്ടൂ. ചിലപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേർക്ക് കിട്ടിയില്ലെന്നും വരും. അവർക്ക് എൻ്റെ അടുത്താ ദേഷ്യം. അപ്പം നമ്മൾ ചില പിള്ളേരെ നമ്മൾ വീട്ടിൽ ക്ഷണിക്കും, അവിടെ കൊണ്ടുവന്ന് നമ്മളെ അവിടെ ചെന്ന് പഠിപ്പിക്കണം. ചിലയിടത്ത് ഒരു 5 പിള്ളേർ ഒരുമിച്ചായിരിക്കും. അപ്പം നമ്മൾ പരിചയമുള്ളവരാണെങ്കിൽ അടുത്ത 2 പേരെ കൂടെ അവിടെ അവരെ വീട്ടിൽ തന്നെ നിർത്തും. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കാപ്പി അത് ഇതൊക്കെ പകൽ 3 മണി സമയത്താണെങ്കിൽ ചായയും അതിൻ്റെ കൂടെ ഉള്ളത്. രാവിലെ ചെല്ലണമെങ്കിൽ പള്ളിക്കുടത്തിൽ പോകണമെങ്കിൽ രാവിലെ 7 മണിക്കൊക്കെ പോകണമെങ്കിൽ കാപ്പി തരും കഴിക്കാനൊക്കെ. അപ്പം പിള്ളേരെ അന്ന് അടിക്കുന്നത് കുറ്റകരമല്ല, പക്ഷേ രക്ഷകർത്താക്കൾക്ക് സങ്കടം. എന്താണ് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, കണ്ണങ്ങോട്ട് പോട്ട് ഇങ്ങോട്ട് പോട്ട് പിടിക്കുന്ന ശരിക്കും പിടി എന്നൊക്കെ പറയുമ്പോൾ ദേഷ്യം, മോളെ ഇങ്ങനെ പിടി, എനിക്കത് അറിഞ്ഞൂടാ, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ ചിലപ്പം ആ വീട്ടിലെ കൊച്ചിനോടായിരിക്കത്തില്ല അവിടെ കൊണ്ടുവന്നത് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ വീടായതുകൊണ്ടാണ് ആ കൊച്ചിൻ്റെ അടുത്ത് ദേഷ്യം അവിടെ നിന്ന് ഇവർക്ക് തോന്നും. മത്സരത്തിനൊക്കെ പോകുമ്പം ചിലപ്പോൾ ആ വീട്ടിലെ കൊച്ചിനാണ് കിട്ടുന്നതെങ്കിൽ എനിക്ക് പരാതിയുണ്ട്, സഹിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ സാവകാശം നാടകത്തിലോട്ടൊന്ന് കയറി നോക്കി. നാടകത്തിലോട്ട് കയറിയപ്പോൾ കൊള്ളാം. 1 മാസം റിഹേഴ്സല്, ക്യാമ്പിൽ തന്നെ കിടക്കാം, ഒച്ചം കുടിയാല് അതിനൊക്കെ ആളുകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് തീർന്ന് പിന്നെ ഉദ്ഘാടനം, നാടകത്തിൻ്റെ ഉദ്ഘാടനം, ക്ഷണിക്കപ്പെട്ട അതിഥികളെയൊക്കെ വിളിച്ച്. അപ്പം അന്നേ എനിക്ക് ഇഷ്ടമാണ് നാടകം. എന്നിട്ട് പിറ്റേന്ന് തൊട്ട് നമ്മുടെ ക്യാമ്പിൽ വെച്ചാണ് ക്ഷണിക്കപ്പെട്ട അതിഥികളെ, പത്രക്കാരെ അവരെയൊക്കെ വിളിച്ചു. അന്ന് നാടകം ഭയങ്കരമായിരുന്നു. എൻ്റെ ചെറുപ്പകാലം നിങ്ങളത്ര ഇല്ലാത്തപ്പോൾ. അപ്പം അപ്പം ആളുകൾ വന്നിട്ട് നമ്മളടുത്ത് അഭിപ്രായം പറയും. അപ്പോഴൊക്കെ നല്ല സന്തോഷം വരും. എന്നിട്ട് പിറ്റേന്ന് തൊട്ട് നാടകമാണ് സ്റ്റേജുകളിൽ. 300 നാടകം, ഒരു വർഷത്തിൽ എത്ര ദിവസം വെച്ചാൽ അതിനേക്കാൾ ഈ 2 നാടകവും 3 നാടകമൊക്കെയാണ് അന്ന്. അപ്പം ഒരു 10 നാടകം വരെ നമുക്ക് ബെല്ലൊക്കെ ഉണ്ട്. നാടകം തുടങ്ങുകയായി നമ്മുടെ എന്നൊക്കെ അനൗൺസ്മെൻറ്റ്. അപ്പം ബെല്ല് കേൾക്കുമ്പോൾ കിടുകിടാ വിറയ്ക്കും ഇങ്ങനെ, എന്ത് ചെയ്യണം. എന്നിട്ട് ഒരു 10-15 നാടകം വരെ ചിലപ്പോൾ നമുക്ക് ഉടക്കും, ചിലപ്പോൾ എത്ര പഠിച്ചാലും ഉടക്കും. അത് നമ്മൾ അങ്ങ് മേക്കപ്പ് ചെയ്തങ്ങ് എടുത്തോളും. ഒരു 10-15 നാടകം കഴിഞ്ഞാൽ പിന്നെ ഈ എഴുതിയതും ഒന്നുമല്ല ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾക്ക് തോന്നുകയൊക്കെ പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് വരും, നമുക്ക് കയ്യിൽ നിന്ന് വരും. ശരി, നമ്മുടെ കയ്യിൽ. നാടകം നമ്മളായി. നാടകം എൻ്റേത് മാത്രമല്ല, അവരത് ഒരു നാടകം മൊത്തം ഞാൻ പഠിക്കും. എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു നാടകം മൊത്തം പഠിച്ച് ജീവിക്കുന്ന പോലെയാണ് നാടകം എന്ന്. ഇപ്പം നാടകം അങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പം അത് ഒരു ഇടവേളയ്ക്ക് ശേഷം അല്ലേ? കുറേ കാലത്തിന് ശേഷം നാടകവും പോയി ഒന്നുമില്ല. ഇപ്പം നാടകം ഇല്ലായിരുന്നു. ഇപ്പം നാടകം ഗംഭീരമായിട്ടാണ് പോകുന്നത്. ഗംഭീരം. ഞാനിപ്പോൾ പോകണില്ല, യാത്രയൊന്നും വയ്യ, ദൂരെയൊക്കെ പോയി താമസിക്കണം, അത് ഇപ്പം പോകണില്ല. ഈ നാടകത്തിൻ്റെ കാര്യം പറഞ്ഞു, അപ്പോൾ വീട്ടുകാർക്ക് താല്പര്യം ഉണ്ടായിരുന്നോ നാടകത്തിലേക്കൊക്കെ പോവുക, അഭിനയിക്കാൻ? ഞങ്ങളുടെയൊക്കെ വീടുകൾ 3 സെൻറ്റിലും 4 സെൻറ്റിലും 5 സെൻറ്റിലും ഇല്ല, ഏക്കർ കണക്കിനുള്ള 3 ഏക്കർ 2 ഏക്കർ അങ്ങനത്തെ സ്ഥലങ്ങളാണ്. അപ്പോൾ വീടുകളും ഇങ്ങനത്തെ വീടൊന്നുമല്ല. മുറ്റമൊക്കെ ഇവിടുത്തെ ഒരു വീടിൻ്റെ അത്ര കാണും. വയലൊക്കെ കൊയ്ത് വയ്ക്കണം, വയലൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. അപ്പം മുറ്റം വലിയ മുറ്റമാണ്. ഹാളല്ല, എറായം, വരാന്ത, തിണ്ണ, അടുക്കള, തെക്കത്, വടക്കത് എന്നൊക്കെയാണ്. അപ്പം ഡാൻസ് പഠിപ്പിക്കുന്ന സ്ഥലം ഒരു വലിയ അതിനകത്ത് ഇപ്പം എനിക്ക് ഹാളെന്നൊക്കെ പറയാനറിയാവൂ. മറ്റത് എന്തായിരുന്നാ എന്തോ എനിക്കത് അറിഞ്ഞൂടാ. അതിനകത്ത് വെച്ചാണ് ഡാൻസ് പഠിപ്പിക്കുന്നത്. എല്ലാവരും അവിടെ കൂടും. ഡാൻസ് പഠിപ്പിച്ച് എത്രയോ പിള്ളേരുണ്ടെന്ന്. അപ്പം ഡാൻസ് പഠിക്കാൻ ഇത്തിരി പാടാണ് ആദ്യം, നല്ല രീതിയിലാണെങ്കിൽ. വട്ടക്കാലിലൊക്കെ നൃത്തം നമ്മൾ ഭയങ്കര പാടാ. വളഞ്ഞു കുത്തണം, വളഞ്ഞു കുത്തി മതിൽ ഇങ്ങനെ ചുവരിൽ നടക്കണം നമ്മൾ, വളഞ്ഞു കുത്തി, ഭയങ്കര പാടും. അപ്പോൾ പകുതി അങ്ങ് പോയി. അവസാനം ഞാൻ മാത്രമായി.
പറഞ്ഞ മതി നിർത്തിയേരാ. അപ്പോൾ അവിടെ സിനിമാ കൊട്ടക എന്നാണ് പറയുന്നത്. അവിടെയൊക്കെ സിനിമാ കൊട്ടക, ജയമോഹൻ അങ്ങനെ സിനിമ, അവിടെയൊക്കെ പോയി ഡാൻസൊക്കെ കളിച്ച് നമുക്ക് അന്ന് പൈസയൊന്നും തരത്തില്ല, കുപ്പിവെള്ളം വാങ്ങിച്ചു തരും കയ്യിൽ രണ്ടിലും. മാഷായിരിക്കും പൈസയൊക്കെ വാങ്ങിക്കുന്നത്. നമുക്കതറിഞ്ഞ് നമ്മളാരും അത് പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു അത്. അത് കഴിഞ്ഞതിന് ശേഷം മാഷൊക്കെ അങ്ങ് നിർത്തി. അപ്പോഴേ മാഷൊക്കെ അങ്ങോട്ട് പിരിഞ്ഞ് പിന്നെ അങ്ങ് പോകും. അപ്പോഴ് നിർത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയിലിട്ട് ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഒരു കുട്ടി അവിടെ കൊണ്ടുവന്ന് ഡാൻസ് ഞങ്ങൾക്ക് ചെയ്യിപ്പിച്ച്. ഞങ്ങളുടെ കൂടെ എവിടെയെങ്കിലും ഡാൻസ് കളിക്കാൻ പോകും, അമ്പലങ്ങളിൽ, തിയേറ്ററുകളിൽ അങ്ങനെയൊക്കെ പോകുമായിരുന്നു. അപ്പോഴാ കൊച്ചു ഡാൻസ് ചെയ്തപ്പോഴാണ് എനിക്ക് കുറച്ച് മറ്റേ എൻ്റെ ഉള്ളിൽ കിടക്കുമായിരുന്നു. അത് പുറത്ത് എങ്ങനെ പ്രദർശിപ്പിക്കണം എന്ന് എനിക്കറിയാമായിരുന്നു. ആ കൊച്ചിങ്ങനെ ഓടി ഇങ്ങനെ അങ്ങ് കാണിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ അത് എനിക്കറിയാം, പക്ഷേ എനിക്ക് കാണിക്കാൻ അറിഞ്ഞൂടാ. സാറ് പറയുന്ന മാത്രം കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാനത് ചെയ്തിട്ട് അപ്പോൾ അത് അക്കാഡമി പഠിക്കുന്ന കുട്ടിയാണെന്നൊക്കെ അവിടെ പറഞ്ഞു. എൻ്റെ അച്ഛൻ പട്ടാളത്തിലായിരുന്നു. എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അച്ഛൻ്റെ അനുവാദമൊക്കെ വാങ്ങിച്ചിട്ടാണ് എന്നെ ഡാൻസ് എന്നെ എൻ്റെ അനിയത്തിയും ചേർത്ത് ഞങ്ങൾ പഠിച്ചു. അവസാനം പിന്നെ ആ കുട്ടിയും പോയി ഡാൻസ് എല്ലാം അങ്ങ് തീർന്നു. അപ്പോഴത്തേക്ക് എനിക്ക് മോഹം തുടങ്ങി അക്കാഡമിയിൽ പോകണമെന്ന്. എനിക്ക് ഡാൻസ് പള്ളിക്കൂടത്തിൽ പഠിക്കാൻ താല്പര്യമില്ല. പള്ളിക്കൂടത്തിൽ പഠിക്കാനേ എനിക്ക് താല്പര്യമില്ല. പഠിക്കുമായിരുന്നോ? ഡാൻസ് ഇത് പഠിക്കുമായിരുന്നു. പിന്നെ ചിന്തിക്കും, ഇപ്പോൾ വീട്ടിൽ ഇരിക്കുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴും ഒക്കെ പിള്ളേരുമായിട്ട് അവിടെ ഇവിടെയൊക്കെ ചെന്ന് സ്കൂളിൻ്റെ ഗ്രൗണ്ടിലൊക്കെ ചെന്ന് പിള്ളേരെയൊക്കെ ഡാൻസ് പഠിപ്പിച്ച് ഞാൻ ഡാൻസൊക്കെ ഇതൊക്കെ ആയിരുന്നു എനിക്ക് ജോലി. വായിച്ചിട്ടേ ഇല്ല ഞാൻ പുസ്തകം, എനിക്കിഷ്ടമല്ല. അങ്ങനെ വീട്ടിൽ നിന്ന് അടിയൊക്കെ കിട്ടുമായിരുന്നു ഡാൻസ് ഈ സ്കൂളിൽ പഠിക്കാത്തതിന്. അപ്പം അവസാനം പിന്നെ എനിക്ക് കരഞ്ഞു എല്ലാവരും കൂടെ പറഞ്ഞ് അവസാനം ഞാൻ ചത്തുകളയുമെന്നൊക്കെ പറഞ്ഞു എന്നോട്. പിന്നെ കൊണ്ടുവന്ന് ഇവിടെയാക്കി. എനിക്ക് ഒന്നും അറിഞ്ഞൂടെ ഇവിടുത്തെ സ്ഥലങ്ങൾ. പക്ഷേ ഇത്രയും ഇതില്ലായിരുന്നു അന്ന് തിരുവനന്തപുരം. വഴി കണ്ടുപിടിക്കാനൊക്കെ ഇങ്ങനെ ബസ്സിലാണ് വന്നുകൊണ്ടിരുന്നത്. ഇവിടെ അവസാനം ഒരു വർഷം ആദ്യം ഇപ്പോഴത്തെ പിള്ളേരെ പോലത്തെ വിവരമില്ല എനിക്ക്. അന്ന് ആർക്കും വിവരമില്ല. ഇപ്പം എൻ്റെ മക്കളൊക്കെ ഫ്ലൈറ്റിലൊക്കെ ജോലിയൊക്കെ അവർ സ്വയം കണ്ടുപിടിക്കും. +2 കഴിഞ്ഞാൽ അവർ തിരഞ്ഞെടുത്തോളും ജോലി. ഒരു എന്തോന്ന് ജീവിതമായിരുന്നു നമുക്ക്. ബന്ധുക്കളെ ഈ വീട്ടിൽ നിന്ന് ആ വീട്ടിൽ നമുക്ക് ഇവിടുത്തെ ഇപ്പോൾ വീട്ടിൽ ജനലും അതിലെല്ലാം അടച്ചിങ്ങനെ ഇരിക്കും. ആരാ ജനൽ തുറക്കും, ആരാ എന്താ കർട്ടൻ നോക്കും, കർട്ടനൊന്നുമില്ല വീട്ടിൽ. അങ്ങനത്തെ കാലത്ത് ജനിച്ചതാണ് ഞാൻ. ഇത്രയും അത് ബുക്കുകളുണ്ടെങ്കിൽ വായിക്കുകയോ മറ്റൊക്കെ ചെയ്യുന്നെങ്കിൽ അറിയാം. അന്നത്തെ കാലം അടിമത്വം, ജന്മിമാർ, ജോലിക്കാരൊക്കെ വന്നാൽ മുറ്റത്തെ നിൽക്കാവൂ, വീട്ടിനകത്ത് അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെയാണ് അത് മാറുന്നത്. അപ്പം എന്നെ വിടൂലെന്ന് പറഞ്ഞ് കരഞ്ഞ് അവസാനം എന്തായാലും എനിക്ക് എങ്ങോട്ട് പോകണമെന്നൊന്നും പറഞ്ഞുകൊണ്ടില്ല. അപ്പം രാവിലെ കൺസെഷൻ ടിക്കറ്റ് എന്ന് പറഞ്ഞ് ബസ്സൊന്നും ഇത്ര ഇല്ല, 3-4 ബസ്സേ ഉള്ളൂ. അത് പുറകെ കയറുന്ന ട്രാൻസ്പോർട്ടാണ്. പുറകെ കയറിയിരിക്കും, കൺസെഷൻ ടിക്കറ്റ് കാണിക്കും. പിന്നെ ബസ്സുകാരൊക്കെ ഞങ്ങൾ നല്ല കൂട്ടുകാരാണ്, കണ്ടക്ടറൊക്കെ നിർത്തിത്തരും. ഇപ്പോൾ ഇല്ലല്ലോ, വീട്ടിൽ കൊണ്ട് ഞാൻ ഇനി എത്തിയില്ലെങ്കിൽ ഓടി വരും. ഓരോരോ സ്ഥലത്ത് കൊണ്ടിങ്ങനെ മ്യൂസിക് പഠിക്കുന്നവരും അതും ഇതും കോളേജിൽ പഠിക്കുന്നവരും യൂണിവേഴ്സിറ്റി അങ്ങനെയുണ്ട്. അവിടെ നിർത്തിയേക്കും, ഓടി വരാം. നമുക്ക് ഓടാനൊന്നും അന്ന് നാണക്കേടില്ല. തമ്പാനൂർ ഇറങ്ങിയിട്ട് അരിസ്റ്റോ ജംഗ്ഷനിൽ കൂടെയാണ് സ്വാതിനാഥ് കോളേജ്. അവിടെ ഇറങ്ങിയിട്ട് ഓടും. അപ്പോൾ കടകളൊക്കെ ഇത്ര ഇല്ല. ഓടി അവിടെ മണിയടിക്കുന്ന കേട്ട് ബെല്ലടിച്ച് കേട്ട് ഓടി ഞങ്ങൾ 5-6 പേരുണ്ട്. ഞങ്ങൾ അങ്ങനത്തെ ഒരു കാലം. ഇപ്പോൾ അവിടെയൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരി വരും. ഇപ്പം എന്നെ അറിഞ്ഞുകൂടല്ല, ആളുകളാരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. 70-75 ദിവസം കഴിയുമ്പോഴും. അപ്പോൾ അന്നാരും മരിച്ചു. ഞാൻ പറഞ്ഞു ആരെങ്കിലും, ഞാൻ ഇവർക്ക് എത്ര 73 വയസ്സായി. ഞാൻ കണക്ക് കൂട്ടി 74, 80, 83. ഞാൻ ഇനി എന്നാ, ഞാൻ പറഞ്ഞു എനിക്ക് അതിനേക്കാളും ഉണ്ട്. അങ്ങനത്തെ ആ കാലത്ത് ജനിച്ച ഒരു വിവരവും ഇല്ലായിരുന്നു. എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ എനിക്ക് പറ്റിയില്ല. പക്ഷേ അമ്മയുടെ ഒരു ജീവിതത്തിന്റെ ഒരു യാത്ര എന്ന് പറയുന്നതേ ആ ഒരു ഡാൻസ് പഠിച്ച് നാടകത്തിലേക്ക് എത്തിയപ്പോഴാണ് മറ്റൊരു വഴിത്തിരിവ് അല്ലേ? അപ്പോഴാണ് പ്രണയം. അങ്ങനെ ഒരു അത് ഞാൻ പ്രണയിച്ചത് എനിക്ക് പ്രണയിക്കണമെന്നില്ലായിരുന്നു. പ്രണയത്തിന് വേണ്ടിയല്ല ഞാൻ പ്രണയിച്ചത്. എന്നെ കൊണ്ടുപോകണം ഇതിന്. വീട്ടുകാർ വഴക്ക്, നാടകത്തിനൊക്കെ അമേച്ചർ നാടകത്തിനൊക്കെ പട്ടാളത്തിൻ്റെ മോൾ ഇങ്ങനെയാണ്. അച്ഛനെ വിളിക്കുന്ന പട്ടാളം. പട്ടാളത്തിൻ്റെ മോള് ഡാൻസൊക്കെ പഠിക്കുന്നുണ്ട്, കൊണ്ടുപോകാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നെ വിടത്തില്ല.
അപ്പം ഞാൻ വിചാരിച്ച് കൊള്ളാം അയാൾ, കാണാനൊക്കെ കൊള്ളായിരുന്നു. ഞാൻ വിചാരിച്ചു എൻ്റെ നാട്ടിലാരെയും കാണാനും കൊള്ളത്തില്ല, പ്രേമിക്കാനും തോന്നിയില്ല, കല്യാണത്തിനൊക്കെ ഇത്തിരി വലുതായി ഞാൻ സമ്മതിക്കൂല. ഇയാളില്ലായിരുന്നു, ഇയാൾ എന്നെ ഞാൻ സ്നേഹിച്ചൊന്നും തുടങ്ങിയില്ല അന്ന്. അപ്പോഴും ഞാൻ ഒരു വിദ്യ ഞാൻ കണ്ടുപിടിച്ചതാണ്. ഇവർ വീട്ടിൽ പിടിച്ചങ്ങ് നിർത്തും എന്നെ, എനിക്കിഷ്ടമല്ല. അത് പോകാൻ എന്താണ് വഴി? ഇയാളെ മേക്കപ്പുകാരനായിരുന്നു, നല്ല സുന്ദരനായിരുന്നു, എൻ്റെ മോളെയൊക്കെ പോലെ. ഞാൻ വിചാരിച്ചു ഇയാളെ പ്രേമിക്കാമെങ്കിൽ എന്നെ കൊണ്ടുപോകുമായിരിക്കും. അപ്പം ഞങ്ങൾക്ക് പുരയുടെയൊക്കെ ഉണ്ട്, കൊല്ലത്തുകാരനാ. അതൊക്കെ പുരയുടെ ഒന്നുമില്ല, വാടകയൊക്കെ താമസിക്കും. വാടകയുടെ ഒന്നും അർത്ഥം അറിഞ്ഞുകൊണ്ടിരുന്നു. വാടക എന്ന് പറഞ്ഞാൽ ഒന്നും അറിഞ്ഞുകൊണ്ടിരുന്നു. ഞാനാണ് അങ്ങോട്ട് ഞാൻ അയാളെ നോക്കി ചിരിക്കും, ഞാനാണ്, അതാണ് ഇതിലൊക്കെ രസം വെച്ചിട്ട്. നല്ല മേക്കപ്പുകാരൻ, ആർട്ടിസ്റ്റൊക്കെ ആയിരുന്നു, എന്നെ വരച്ചൊക്കെ തരും. അങ്ങനെ പ്രേമിച്ച് അങ്ങോട്ട് ജീവിതം തുടങ്ങി. ആദ്യമൊക്കെ എനിക്ക് സ്നേഹമൊക്കെ, വിവാഹമൊന്നും ഇല്ലായിരുന്നു. അയ്യോ അതിൻ്റെ കഥയൊക്കെ പറഞ്ഞാൽ ഒരുപാടുണ്ട്, ഞാൻ പറയത്തില്ല. പറഞ്ഞിട്ടുണ്ട് ഇതിലൊക്കെ, എനിക്കിനി പറയാൻ വയ്യ. ഒളിച്ചോടിയൊക്കെ പോയി. എനിക്ക് കുറച്ച് കൂട്ടുകാരികളൊക്കെ ഉണ്ടായിരുന്നു. കാർണിവൽ ഷോയിലൊക്കെ പോയി ഞാൻ, കേട്ടോ, ഒളിച്ച്. വീട്ടുകാരറിഞ്ഞാൽ എന്നെ പിടിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഞാൻ രാജപാളയം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ കാർണിവൽ ഷോ നടത്തും. ആ ഡാൻസ് എനിക്ക് ഇഷ്ടമല്ല, ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ. ആ ഡ്രസ്സൊന്നും മനസ്സിലായി. ഇത്ര ഇറക്കമുള്ള പാവാട, കയ്യൊന്നും ഇല്ലാതെ ഇങ്ങനെ മിനുക്കമാണ്. അയ്യോ എനിക്കത് ഇടുമ്പോൾ അത് ഞാൻ ഇട്ടില്ല. അതെനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം എനിക്കതറിയാം. ഇപ്പം ചെയ്യാനൊക്കെ പഠിച്ച് ഞാൻ. അന്ന് എൻ്റെ ശരീരം അങ്ങനെ എനിക്ക് അത് ആലോചിക്കാൻ കൂടി ഒക്കാത്തത്. കുറേ പെൺപിള്ളേർ സുന്ദരിമാർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അയ്യോ ഇപ്പോൾ അവരാണ് എന്നെ കൊണ്ടുപോയത്, എൻ്റെ ഭർത്താവിനെ. ഞങ്ങൾ രണ്ടുപേരും ഒളിച്ചോടിയത് അങ്ങനെയാണ്. അങ്ങനെ പോയി അവിടെ നിന്നപ്പോഴത്തേക്ക് ഇപ്പം എന്തോ ചെയ്യാം, നമുക്ക് പൈജാമണക്കുള്ള, ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കിടാൻ ഇഷ്ടമല്ല. പൈജാമണക്കുള്ള ഇത്രയുള്ള ഉടുപ്പിട്ട് വേറെ ജാതി ഡ്രസ് പൈജാമയിലൊക്കെ ഇട്ട് ആദ്യം ഞാൻ അങ്ങനത്തെ അവരോട് ചെയ്യുന്നത് പൂമാലയിൽ പൂമൽ. അപ്പോഴത്തേക്കും ജനങ്ങൾ പറഞ്ഞ് എൻ്റെ അമ്മ വേണ്ട എന്നെ ഡാൻസ് കളിക്കാൻ അവർക്ക് കാണാൻ ഇഷ്ടമല്ല. അന്ത ശമന്ത അമ്മ അവരെടുത്തോ, വെള്ളപ്പെമ്പിൾ. ഞാൻ മേക്കപ്പൊക്കെ ചെയ്യാൻ എന്നാലും കൊള്ളത്തില്ലായിരുന്നു. അങ്ങനെ എന്നെ അങ്ങ് നിർത്തി. പിന്നെ ഇപ്പം ഇനി എന്തോ ചെയ്യാനാ. അപ്പം ഈ ഡപ്പകളൊക്കെ ഇങ്ങനെ പൊക്കി വെച്ച് ഒരു ഇതുണ്ട്, അതിൻ്റെ വെളിയിൽ ആൾ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ റിങ് കൊടുക്കണം. അപ്പം അത് ഇങ്ങനെ ഇടുമ്പോൾ കിട്ടിയ അങ്ങനെ എന്തരം ഞാൻ മറന്നുപോയി, സോപ്പും ഒക്കെ കൊടുക്കും. അങ്ങനെ അതിനെ നിർത്തി. എൻ്റെ ഭർത്താവിനെ കൂടെ അതിൻ്റെ കൂടെ നിർത്തി. ഞാനിങ്ങനെ നിൽക്കും. അപ്പോൾ ഇടും. തറയിൽ പോണതൊക്കെ എടുത്തുകൊണ്ട് തരാനും അതിന് സഹായിച്ചു. നമ്മുടെ ചിലവ് കഴിയണ്ടേ, പേടിച്ച് പോയി, ചിലവിനും ഇല്ലാതായി. പിള്ളേരൊക്കെ സഹായിച്ച് അങ്ങനെ ആയി. അവിടെ നിന്ന് പിന്നെ വന്ന് ആർ ബാലകൃഷ്ണ സാറ് ആ സ്കൂളിൽ ഒരു നാടകത്തിന് വിളിച്ചെന്നെ അവിടെ ഡാൻസ് പഠിപ്പിക്കാനും ആക്കി. അവർ തന്നെ എല്ലാ സൗകര്യം ചെയ്തു തന്ന്. സ്കൂളിലെ ആൾക്കാരുടെ ലഹരി എന്ന് പറഞ്ഞൊരു നാടകം. ആർട്ടിസ്റ്റായിരുന്നു ഞാൻ അന്ന്, മിടുക്കിയായിരുന്നു അഭിനയിക്കാനൊക്കെ. അത് 2 വേഷമായിരുന്നു, ഡാൻസ് കൊണ്ടായിരുന്നു, ഇതുകൊണ്ടായിരുന്നു. അപ്പോൾ ആ സ്കൂളിൽ ഒരുപാട് പിള്ളേർക്ക് പഠിക്കണം. അങ്ങനെ അവിടെ വീടൊക്കെ തന്ന് അവിടെ ഞങ്ങൾ താമസിച്ച് പഠിച്ചുകൊണ്ടിരുന്നു, ഡാൻസൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നെ എന്നെ ഉണ്ടെന്നുള്ളത് അറിഞ്ഞ് അമ്മ സൂക്കേടുകാരിയായി. അവിടെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കിടത്തി. എന്നെ കാണണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വാളകത്താണ് ഈ സ്കൂള്, ഇത് ആയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അമ്മ ഒരു ആയുർവേദ മരുന്നൊക്കെ കഴിക്കും. അന്ന് ഇങ്ങനത്തെ ഹോസ്പിറ്റലൊന്നും ഇല്ല, ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളേ ഇല്ല. അപ്പോൾ അമ്മയ്ക്ക് ആയുർവേദക്ക് അത് ഇവിടെ നിന്ന് ഇരുന്ന് അമ്മ പോയത്. അങ്ങനെ എന്നെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയോ അവിടെ ഉണ്ടെന്നൊക്കെ ലോകമൊക്കെ അറിഞ്ഞ്. അങ്ങനെ എല്ലാവരും കൂടെ പറഞ്ഞ് പോയി കാണണം, മരിക്കാറായി കിടക്കണമെന്ന് പറഞ്ഞ്. അന്നാണ് അമ്മേനെ വീണ്ടും കണ്ടതല്ലേ? എത്ര വർഷം കഴിഞ്ഞ. അപ്പം അതിനിടയിലൊന്നും അന്വേഷിച്ച് പോയില്ല, തിരിച്ച് അന്വേഷിച്ച് വന്നുമില്ലേ? അവർക്ക് എവിടെയെന്ന് പറഞ്ഞ് വരാൻ അറിഞ്ഞൂടല്ലോ. അച്ഛൻ മരിച്ച്, അത് കാലം കഴിഞ്ഞ് റിട്ടയർഡായി വന്ന് പെൻഷൻ അമ്മയ്ക്കുണ്ട്. അങ്ങനെ അച്ഛൻ മരിച്ചു. ആ ഒരു കാലഘട്ടത്തിലൊക്കെ നിങ്ങൾ കുറേയധികം സ്ഥലങ്ങളിലൊക്കെ ജോലി, വീട് ഇതൊക്കെ മാറി താമസിക്കുകയായിരുന്നു? ഞങ്ങൾ വാടകയ്ക്കൊന്നും താമസിച്ചില്ല, ആരെങ്കിലും കൂടെ താമസിക്കുന്ന. അന്ന് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. കൂട്ടുകാരികള്, ഞാൻ പറഞ്ഞില്ലേ അന്ന് ഇങ്ങനത്തെ വീടൊന്നും അല്ല, ഈ അന്തരീക്ഷമേ അല്ല. അവിടെ എന്ന് വെച്ചാൽ ഇത് കണക്ക് ഫാസ്റ്റ് ഫുഡ് അങ്ങനത്തെ ഒന്നുമല്ല. ചക്ക, മരച്ചീനി അങ്ങനത്തതൊക്കെ പുഴുങ്ങി തീറ്റയും ചോറ് അതൊക്കെയാണ്, അങ്ങനത്തതാണ്. പിന്നെ ചോറ്, വലിയ കറികളൊന്നുമില്ല. ചന്തയിൽ പോകും, അവരൊക്കെ മീൻ എങ്ങനെയാണെന്ന് പോലും എനിക്കറിഞ്ഞൂടാ. അവർ പച്ച വിളമ്പി തരും, ഞങ്ങൾ തിന്നുന്ന അവർ മടിയില്ല. എല്ലാം പുരയിടത്തിൽ തന്നെയുണ്ട്.
പുരയിടത്തിലാണ് കൃഷി, ഏത്തവാഴ എല്ലാം ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു മടി കൊടുക്കുന്നതിന് ദാരിദ്ര്യമുള്ളവരല്ല അല്ല. അങ്ങനെ ആയ അവസാനം ഞാൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് പിന്നെ ഈ കാര്യം എല്ലാവരും അറിഞ്ഞു. അന്ന് സാർ ഇങ്ങനെയൊന്നും ആയില്ല രാഷ്ട്രീയത്തിൽ ആ കാലം. ഈ ഗണേഷ് പിള്ളേരായിരുന്നു കുട്ടികൾ. അപ്പോൾ എൻ്റെ ഭർത്താവ് വലിയ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് സാറിൻ്റെ മോളെ, സാറിൻ്റെ അത്ര നീളമൊക്കെ ഉള്ള മോളാണ്. ആ മോളെ ഒരു ആൺവേഷം ഫ്ലോട്ട്, ലോറിയിൽ ഇങ്ങനെ ഫ്ലോട്ട് പോകും. ഇപ്പോഴതില്ല. ഒരാണായിട്ട് സാറിനെ പോലെ കെട്ടി നിർത്തി ഞാൻ ഒരുക്കി കൊണ്ടുപോയി. ഇപ്പോൾ സാറിനൊക്കെ വലിയ കാര്യമായിരുന്നു. ആ സ്കൂളിൽ പിന്നെ ഡാൻസ് പഠിപ്പീരായി ഞാൻ. അവിടെ താമസിച്ചുകൊണ്ടിരുന്നു. പിന്നെ അമ്മയെ കാണാൻ പോയി. അപ്പം എൻ്റെ എല്ലാവരും ആശുപത്രിയിലുണ്ട്. അമ്മ വിളിച്ചാൽ വിളിയും കേൾക്കത്തിലൊന്ന്. അമ്മ ആരാണെന്ന് നോക്കിയേ, സേതു. അപ്പോൾ എനിക്ക് സങ്കടം വന്നു. അപ്പോഴാണ് സങ്കടം വരുന്നത് അമ്മയെക്കുറിച്ച് ആലോചിക്കുന്നത്. എനിക്ക് കളിയും ചിരിയും. അമ്മയുടെ അടുത്ത് പോയത് അമ്മ കരയുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ എല്ലാവരും അമ്മയെ വെറുത്ത്. അവളുമായിട്ട് എന്ത് ബന്ധമുണ്ടെങ്കിലും എൻ്റെ അച്ഛൻ്റെ പെങ്ങന്മാരൊക്കെ മഹാ ദേഷ്യക്കാരാണ്. അക്കച്ചി എന്നാണ് വിളിക്കുന്നത്. അക്കച്ചി സേതുവായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ നമ്മളെ പിടാവയിലെങ്കിലും ചേർക്കത്തില്ല, നമ്മൾ നിർത്തി ഇതെന്ന്. അങ്ങനെയൊക്കെ അമ്മ ഒത്തിരി അനുഭവിച്ചു. പിന്നെ കുറച്ച് അമ്മയെല്ലാം ഞങ്ങളൊക്കെ സ്നേഹക്കാരായതിനു ശേഷമാണ് അമ്മ മരിച്ചത്. തീർച്ചയായും ഈ ഒരു പിന്നെ മകളുടെ ഈ ഒരു യാത്ര അത് ഇത്രത്തോളം സൗഭാഗ്യത്തിലേക്ക് ഒരുപാട് സിനിമ അതിൽ നല്ല നല്ല ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിക്കാൻ എൻ്റെ ആൾക്കാർക്ക് ആർക്കും എന്നെ ഇഷ്ടമല്ല. ഇപ്പം സിനിമയിലായി ഇങ്ങനെ ഫേമസ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അവരെയൊന്നും അറിഞ്ഞുകൂടാ, നമ്പറൊന്നും എനിക്ക് എടുക്കാനൊന്നും അറിഞ്ഞുകൂടാ. അപ്പം എങ്ങനെയോ എൻ്റെ ആൾക്കാർ എൻ്റെ നമ്പർ വാങ്ങി കിട്ടി. അങ്ങനെ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ആരാ എടി, ഞാൻ നിൻ്റെ ആരെ ബന്ധുക്കൾ അന്നാര് എന്നാര്. ഞാൻ പറഞ്ഞാൽ എനിക്കത് സന്തോഷമായി അവരെ കണ്ടപ്പോൾ. വീണ്ടും ഞാൻ പറഞ്ഞു എന്തടി ചേച്ചി, എടി നിന്നെ എനിക്കൊന്ന് കാണാൻ, നീയും നല്ലതായല്ലേ. അവരൊക്കെ എതിർത്തവരാണ്, എതിർത്തവരാണ്. ഞങ്ങളുടെ നാണക്കേടുണ്ടാക്കി ആട്ടൊക്കെ എന്തൊക്കെ പറഞ്ഞെന്നറിയാം. അപ്പം ഞാൻ അതിന് വീട്ടിൻ്റെ അതിലേ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ വിചാരിക്കും എന്നെ ഒന്ന് അങ്ങോട്ട് വിളിച്ച് വിശപ്പൊക്കെ ഉള്ളപ്പം ഒരു നാടകത്തിന് പോയാൽ എന്തോ കിട്ടാനാ. ചേച്ചി എന്നെ ഒന്ന് വിളിച്ചെങ്കിൽ അവിടെ മോര് കടഞ്ഞ മോരൊക്കെ ഞാൻ പണ്ട് കുടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് മോര് കുടിക്കാമായിരുന്നു. തന്നിട്ടില്ല, വിളിച്ചിട്ടുമില്ല, തന്നിട്ടുമില്ല. ഇച്ചിരി വിളിച്ചെങ്കിൽ നല്ല ചോറൊക്കെ അവിടുത്തത്, ചോറും നാടൻ ഊണുകൾ. അങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ എന്നെ വിളിച്ച് അങ്ങോട്ട് ചെല്ലാമെങ്കിൽ ഞാൻ ചെല്ലും, തിന്നാനല്ല, പക്ഷെ എൻ്റെ ചേച്ചി അല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ ചെല്ലുമ്പോൾ പാടി ഇരടി ഞാൻ പറഞ്ഞു ഇരുന്നിട്ട് അന്ന് കൊരണ്ടി പലകയില നമ്മൾ ചോറുണ്ടെന്ന കൊരണ്ടി. അതെ, ആ ഒരു യാത്ര എന്ന് പറയുന്നത് തന്നെയാണല്ലേ ഇപ്പോൾ ഈ ഒരു ലെവൽ നമ്മുടെ ഒരു ജീവിതത്തിൽ ഇവിടം വരെ എത്തി നിൽക്കുമ്പോൾ കുറേയധികം ഓർമ്മകളൊക്കെ വീണ്ടും വീണ്ടും വരുന്നത്. നമുക്ക് ഇതൊക്കെ ഈ ഒരു അമ്മയുടെ ഒരു ആ ഒരു ജീവിതം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു എപ്പിസോഡ് തന്നെ വേണ്ടി വരുന്നത്. അത്രയധികം അനുഭവങ്ങൾ. എല്ലാവരും പറഞ്ഞു എൻ്റെ അടുത്ത് അമ്മ ഒരു പേപ്പറിൽ നമ്മുടെ ജീവചരിത്രം എഴുതി തരാം. ഇത് അറിയാവുന്നവരുണ്ട് ഒത്തിരി, എന്നെ അറിയുന്നവരുണ്ട്, കേൾക്കുന്നവർ മാത്രമല്ല. എഴുതി താമ നമുക്ക് സീരിയൽ. അങ്ങനെ ഒത്തിരി പേര് തീരുമാനിച്ചതാണ് എൻ്റെ സീരിയലാക്കുക. അങ്ങനെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചില സീരിയൽ കാണുമ്പോൾ എൻ്റെ കുറേ ഭാഗങ്ങൾ പോലെ എനിക്ക് തോന്നി. എൻ്റെ ജീവിതത്തിൻ്റെ ചില ദുഃഖങ്ങൾ അതുപോലെയും കണ്ടിട്ടുണ്ട്. എൻ്റെതല്ല, ഞാൻ അഭിനയിക്കുന്നതല്ല, വേറെ ആയിരിക്കാം. എന്നിട്ട് എല്ലാവരും സ്നേഹമായി. അമ്മ മരിച്ചു, അച്ഛൻ നേരത്തെ മരിച്ചു, അമ്മ മരിച്ച്, ചേച്ചിയുടെ ഭർത്താവ് മരിച്ചു. ഇപ്പം ചേച്ചി അവശതയാണ്. അപ്പം നമ്മൾ വിളിക്കുമ്പം ഞാൻ വണ്ടിയിലാണ് പോകണമെങ്കിൽ അവിടെ കൊണ്ട് നിർത്തും, റോഡിൽ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ കരയും, ആരുടെ കെട്ടിപ്പിടിച്ച്. അവർക്ക് അങ്ങനെയൊക്കെ അറിയാവൂ, അത്ര സ്നേഹമായിട്ട്. ഇപ്പം കുഴപ്പമില്ല. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് കടമ്പകൾ അത് പറയാൻ വയ്യാത്ത രീതിയിൽ മക്കളെയും കൊണ്ട് പാടുപെട്ടാണ് ഇങ്ങനെ ആയത്. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും ഇൻ്റർവ്യൂവിന് അതൊന്നും ഇനി പറയരുത്, അമ്മ വേറെ ലെവലായി. ഞാൻ പറയും അത് ഞാൻ കിടക്കുമ്പോൾ അത് ഓർമ്മിക്കാത്ത ദിവസമില്ല. തീർച്ചയായും ഞാൻ ആ ഒരു രീതിയിലേക്ക് അമ്മേനെ കൊണ്ടുവരരുത് പുതിയ സിനിമ. പക്ഷെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ആ ഒരു ലൈഫ് നമ്മൾ എന്തായാലും ഓർത്തെടുത്ത് പോകുമല്ലോ. ഞാൻ ഓർക്കും, ഞാൻ നല്ല ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ഇങ്ങനെ ജീവിക്കും. ഞാൻ നാടകത്തിന് പോകുമ്പോഴേ 2-3 നാടകം കാണും. മൂന്നാമത്തെ നാടകത്തിന് മുട്ട പുഴുങ്ങിയത്, ഏത്തക്കൊല, ബ്രെഡ്, അവസാനത്തെ നാടകത്തിന് ഇഡലി ആയിരിക്കും. ഇഡലി, മുട്ട പുഴുങ്ങിയത്. ഞാൻ മുട്ട പുഴുങ്ങിയത് എൻ്റെ കൂട്ടുകാർക്കറിയാം എൻ്റെ അവസ്ഥ കഷ്ടമാണെന്ന്. 4 മക്കളും അവർ അമ്മ അവിടെ ഇരിപ്പോട്ട്, ഞാൻ എടുത്തോണ്ട് വരാം. ഞങ്ങൾ പോയി മുട്ടയെല്ലാം പുഴുങ്ങി, ബ്രെഡ് 2-3 കവറ്, ഏത്തപ്പഴം വെട്ടി എനിക്ക് കൊണ്ടുതരും. അന്നല്ല അങ്ങനെ അത് കൊണ്ട് കൊടുത്തിട്ടാണ് മക്കളെ വളർത്തിയത്. ഞാൻ കുറച്ച് നാൾ അത്രയായി.
ഇപ്പം അങ്ങനെ ഇപ്പൊ അതൊക്കെ മാറി. ഇനിയിപ്പോ നമ്മൾ ഇനി സിനിമയുടെ ഒരു യാത്ര പറയുകയാണെങ്കിൽ മഞ്ജു വാര്യരുടെ കൂടെ ഹൗ ഓൾഡ് ആർ യുയിലൂടെയായിരുന്നു അമ്മേനെ മലയാളി പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കണ്ടത്. അതുപോലെ തന്നെ തമിഴിലേക്കും ജ്യോതികയുടെ കൂടെ അഭിനയിച്ചു. ഈ രണ്ടുപേരുടെ കൂടെ അഭിനയിച്ചപ്പോൾ ഉണ്ടായൊരു അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? മഞ്ജു കൂടെ അഭിനയിക്കാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം ഞാൻ അവരുടെ ഈ പുഴയും കിടന്ന് മറ്റേതും മറിച്ചത് സമരബദ്രഹം ഇതെല്ലാം ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇവരോട് ഞാൻ എങ്ങനെ അഭിനയിക്കും? സത്യത്തിൽ എനിക്ക് സീരിയലിനെല്ലാം പോയപ്പോഴത്തേക്ക് അമ്മ ക്ലോസാണ്, അമ്മ ആടരുത്, ഞാൻ നാടകമായി പോകുമായിരുന്നു അത്ര. അപ്പോൾ ഇവരോട് ഞാൻ എങ്ങനെ അഭിനയിക്കും? എനിക്ക് പേടി. ഞാനിങ്ങനെ പേടിച്ച ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എനിക്ക് എന്നെ നല്ല വിലയായിട്ട് തന്നെ കണ്ടത് ചെല്ലുമ്പോൾ തന്നെ. അതിനു മുമ്പ് ഞാൻ ലെഫ്റ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു പടം അഭിനയിച്ച്, അത് ഭയങ്കര ഇന്ദ്രജിത്തിൻ്റെ അമ്മയായിട്ട്. അതായിരുന്നു എൻ്റെ അഭിനയം. പക്ഷേ അത് തടഞ്ഞു കളഞ്ഞ് അതിലെന്തോ ഒരു പ്രശ്നമൊക്കെ എന്തോ ഒരു പാർട്ടി പ്രശ്നത്തിൻ്റെ പേര് അത് വേണ്ടാന്ന് വെച്ച്. അപ്പോൾ അതോടുകൂടിയാണ് എന്നെ ഇവർ കാണുന്നത്. ഇതിൻ്റെ ഹൗ ഓൾഡ് ആർ യുയിൽ കണ്ട് എന്നെ അതിനെ വിളിച്ച്. അതും പ്രേംപ്രകാശ് എൻ്റെ കൂട്ടുകാരനും കൂടെയാണ്, ഈ എഴുതുന്ന പിള്ളേരുടെ അച്ഛൻ. സീരിയൽ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ സീരിയലിൽ തന്നെ ഞാൻ രക്ഷപ്പെട്ടങ്ങ് ഒരുവിധം അങ്ങ് രക്ഷപ്പെട്ട് വന്നപ്പോൾ അപ്പോൾ ഇവർ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് പോകണമെന്നുണ്ട്. ഞാൻ പറഞ്ഞു യോ എനിക്ക് പേടിയാന്ന് പറഞ്ഞു. അപ്പോഴങ്ങനെ പറഞ്ഞു യോ അവരുടെയൊക്കെ അഭിനയിക്കാൻ. എന്നാൽ ഈ ഇന്ദ്രജിത്തിൻ്റെ അടുത്ത് എങ്ങനെ അഭിനയിച്ചു അതും പേടിയായിരുന്നു. അപ്പം മഞ്ജു വാര്യർ എനിക്ക് ലോകത്തിൽ എനിക്ക് ഭയങ്കര എന്താണെന്നറിയാൻ വയ്യാത്ത അഭിനയത്തിൻ്റെതാണോ എന്താണോ എനിക്ക് അങ്ങനെയായിരുന്നു. അവസാനം ചെന്ന് ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നു. അപ്പം അവർ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കൊണ്ടുവന്നു. അങ്ങോട്ട് തട്ടി കളഞ്ഞിട്ട് ഓട്ടിന്ന് എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ചിട്ട് ഇതെവിടെയായിരുന്നു ഇത്രയും നാളും? ഞാൻ പറഞ്ഞ എല്ലാത്തിനും ഒരു സമയമില്ല നമ്മള്. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇങ്ങനെ സിനിമയൊന്നും ഞാൻ പ്രതീക്ഷിച്ചതേ അല്ലെന്ന് പറഞ്ഞു. സിനിമയെന്ന് പറയുന്നത് ജീവിതത്തിൽ അഭിനയിക്കാൻ ഒക്കുമെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല. സീരിയലും അഭിനയിക്കാൻ ഒക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. മോളാണ് ആദ്യം സീരിയലിൽ കയറിയത്. അപ്പം ഞാൻ പറയും മക്കളെ ഏതില്ലെങ്കിലും എന്നെക്കൊണ്ടൊന്ന് ഞാനിങ്ങനെ സീരിയൽ ഞാൻ ചുമ്മാ ടി വി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചെന്ന് ടി വി നോക്കിക്കൊണ്ടിരിക്കും, എന്നെ അതിൽ കാണാം, അത് കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് നല്ല ഇതായി. സീരിയലിലും സിനിമയിൽ ചോദിക്കുന്ന ശമ്പളം ഇത്രയും വേണമെങ്കിലേ ഒക്കെ അല്ലാതെ പറ്റത്തില്ല. സാധാരണ വല്യമ്മമാരെയൊക്കെ നായികയേക്കാൾ എനിക്ക് തീർച്ചയായും അത് തന്നെയാണ് അമ്മയുടെ ഒരു യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മഹാവിജയം. കാരണം നമുക്ക് ഇതിൽ കുറേയധികം കാര്യങ്ങൾ ചോദിച്ചറിയാണ്ട് രണ്ടുപേരെ കുറിച്ചും കൂടെ ഞാൻ ചോദിക്കാം. പെട്ടെന്നൊന്ന് മറുപടി പറഞ്ഞിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. മോഹൻലാൽ എന്ന അതുല്യ നടൻ, അത് അമ്മയെ സംബന്ധിച്ചിടത്തോളം വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പെട്ടെന്ന് നമുക്ക് മോഹൻലാലിനെ കുറിച്ച് പറയണം, എന്താണ് പറയാനുള്ളത്? മോഹൻലാൽ ഞാൻ മോനെ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പട്ടാള മേധാവിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് മോനെ എന്ന് വിളിക്കാൻ പേടി. സാർ എന്നുള്ളത് അങ്ങനെ താമസ. ഇപ്പം ഞാൻ ഒന്നും പറയത്തില്ല. എനിക്ക് സംസാരിക്കണമെന്ന് ആരുടെയൊക്കെ തോന്നുമ്പോൾ നമ്മൾ ശല്യം ചെയ്യാൻ പാടില്ലല്ലോ. സിനിമയുടെ ട്രെൻഡ് മാറി. അപ്പോൾ ലിജു എന്ന് പറഞ്ഞ മേക്കപ്പുകാരനെ വിളിക്കുക, എനിക്ക് എൻ്റെ മോൻ്റെ കൂടെ ഒന്ന് സംസാരിക്കണം. എൻ്റെ മോൻ സൂക്കേടുകാരനായിരുന്നു, കിഡ്നി പോയതായിരുന്നു. അതിന് വേണ്ടുന്ന എൻ്റെ മോനിപ്പോൾ ജീവിച്ചിരിക്കുന്ന മോഹൻലാലുകാരനാണ്. ഒരു ഞായറക്കൽ ഒരു ഹോസ്പിറ്റലിൽ എന്നെ പറഞ്ഞയച്ച് മോനെ കൊണ്ട്. അവർ കൊടുക്കുന്ന മരുന്നെല്ലാം ഫുഡാണ്, അതുകൊണ്ട് മാത്രമാണ് അത് കഴിച്ചാണ്. പക്ഷെ മാറ്റി വയ്ക്കില്ല അവിടെ നിന്ന് ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് ഓക്കെ ആയില്ല, ആരോഗ്യം വന്ന് PRSലായി, കിഡ്നി മാറ്റി വെച്ച് ജനങ്ങളെല്ലാം ഒരുപാട് സഹായിച്ച്. അമ്മയിൽ എനിക്ക് മെമ്പർഷിപ്പ് ഒന്നും കൊടുക്കാതായി, അമ്മയിൽ ഞാനായി. ഒരുപാട് മോഹൻലാൽ മാത്രമല്ല മമ്മൂട്ടിനെ എങ്ങനെയാണോ? മമ്മൂട്ടി വരുമ്പോൾ എനിക്ക് പേടിയാണ്. എനിക്ക് ഇപ്പോഴും ദേഹം വരും, എനിക്ക് പേടിയായിരുന്നു. നിങ്ങളെന്തെങ്കിലും എന്നെ കണ്ടുകൊണ്ട് ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ കാണ്ടാമൃഗമാണ്. ഞാൻ എന്തോ അവിടെ നിന്ന് വരുന്ന കാണുമ്പോൾ ഒരു രാജാവ് എഴുന്നള്ളുന്ന എനിക്ക് തോന്നുന്നു എന്നൊക്കെ ഞാൻ പറയും. മോഹൻലാലിൻ്റെ തമാശയൊക്കെ പറയും. ഇത് തമാശ പറയും. നിങ്ങളുടെ വീട് എവിടെ? ഞാൻ പറയും എൻ്റെ അടുത്ത് ഞാൻ ഉണ്ടോണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ ഈ ഫുഡൊക്കെ വീട്ടിലും കാണിക്കുന്നു. ഞാൻ പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെയൊന്നും ഇല്ല. ഞങ്ങളുടെ വീട്ടിൽ രാവിലെ ഇഡ്ഡലി എങ്കിൽ ഇഡ്ഡലി സാമ്പാർ, ആ സാമ്പാർ തന്നെ ഉച്ചയ്ക്ക് വെച്ചേക്കും. എന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് ചോറിന് മരിച്ചീനി, മീൻകറി, ചിലപ്പോൾ ഈ രാവിലത്തെ സാമ്പാർ, അല്ലെങ്കിൽ ചിലപ്പോൾ പിള്ളേർക്ക് പുളിശ്ശേരി എടുത്തിട്ട് പുളിശ്ശേരി, അത് തന്നെ പിള്ളേർക്ക് ഉണ്ടെങ്കിൽ വറുത്ത് കൊടുക്കും. പിന്നെ ഒരു മെഴുക്കുവരട്ടിയെ തോരണം. ഇത്രയേ ഉള്ളൂ, ഞങ്ങൾക്ക് ഇത്രയൊന്നും ഇല്ലെന്ന് പറയും. തീർച്ചയായും. ഇപ്പൊ ഈ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി ഒരുപാട് എപ്പിസോഡിൽ ചോദിക്കേണ്ടത്. ഇനി എന്തായാലും അമ്മേനെ നമുക്ക് ഇനിയും വലിയ വിശേഷങ്ങൾ ദിവസങ്ങളിൽ അതിഥിയായിട്ട് തന്നെ വിളിക്കാം. എന്താണ് അമ്മ പ്രേക്ഷകരോടും പറയാനുള്ളത്? പ്രേക്ഷകർ എനിക്ക് ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നല്ല നല്ല സിനിമകളും കൂടെ ഇടയ്ക്കിടയ്ക്ക്, ഒത്തിരി സിനിമ വേണ്ട,
പോയല്ലോ. ഇപ്പം അമ്മൂമ്മ വേലക്കാരി മറ്റവളും മറിച്ചവളും അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. ഇപ്പം സിനിമ ഒരു നായികയും ഒരു നായകനും കുറേ ആളുകൾ ആ ഫ്രീക്കന്മാരൊക്കെ മാറിത്തുടങ്ങി. കുറേ ഫ്രീക്കന്മാർ വന്ന് ഇങ്ങനെയൊക്കെ അതൊക്കെ മാറിത്തുടങ്ങി. ഇപ്പം വേലക്കാർ എന്നെ അമ്മയായിട്ടൊക്കെ ഇപ്പോൾ എടുക്കുന്നുണ്ട്. വലിയ അമ്മമാരായിട്ടല്ല, അല്ലാത്ത അമ്മമാർ അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട്. അതേ കണക്കൊക്കെ ഉള്ള പടങ്ങൾ വല്ലപ്പോഴും കിട്ടണം എന്ന് മോഹമുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. വല്ലപ്പോഴും ഒരു മാസത്തിൽ 2 മാസത്തിലധികം ഒരു പടം കിട്ടാമെങ്കിൽ സന്തോഷം. പിന്നെ സീരിയലുണ്ട്, ധാരാളം സീരിയലുണ്ട്. എനിക്ക് ജീവിക്കാനുള്ളത് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒരു സീരിയലിൽ 10 ദിവസം കിട്ടും. 3 സീരിയലും കൂടെ 10 ദിവസം തികയും. ചിലതിലൊക്കെ കേരള കൗമുദിയിൽ 10 ദിവസം, ഈ സി കേരളത്തിൽ 10ആയിരുന്നു. ഇപ്പം 2 ദിവസം കൊണ്ട് ഫ്ലാഷ് ബാക്ക് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം തൊട്ട് 8ഉം 10ഉം ദിവസം കാണും. കേരള കൗമുദിയിൽ എല്ലാ പ്രാവശ്യവും 10. മൗനരാഗ എന്നതിന് തീരാറായി എന്ന് പറയുന്നത് തീരായില്ലെന്ന് പറയും, അതിലും കുറച്ച്. അപ്പം ഇടയ്ക്ക് എല്ലാത്തിലും 10 ദിവസം ഇല്ല, അതിലിടയ്ക്ക് 1-2 ദിവസങ്ങളൊക്കെ കാണാതിരിക്കും. അപ്പോൾ എനിക്കതും മതി. ധാരാളം പണം വന്നു എനിക്കിനിയിപ്പം ഒരുപാട് സഹായിച്ച് ജനങ്ങൾ, മോൻ്റെ കിഡ്നി മാറ്റി വയ്ക്കാൻ ഒരുപാട് സഹായിച്ച എല്ലാവരോടും ഇപ്പോഴും ഞാൻ എന്നും ആലോചിക്കും ഈ ഏത് ജനങ്ങളെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മനസ്സിലായി. ഗൾഫിലൊക്കെ എനിക്ക് അവിടെ ഗൾഫിൽ എന്തോന്നാ ഒരു ഇതുണ്ടായിരുന്നു, ഏഷ്യാവിഷൻ അവാർഡ്. അതിന് എന്നെ എമിറേറ്റ്സിലാണ് കൊണ്ടുപോയത്. എല്ലാം ചിലവാക്കി എന്നെ അവിടെ കൊണ്ടുപോയി അതൊക്കെ തന്ന് എനിക്ക് ഇതെല്ലാം അവിടുത്തെ ഗൾഫ് പണവും നാട്ടിൽ പണവും. ഒരു അമ്മമ്മ വിളിച്ചിട്ട് പറഞ്ഞ, മക്കളെ ഞാനൊരു 100 രൂപ ആയിക്കട്ടെ. ഞാൻ പറഞ്ഞ, അയ്യോ വിഷമിക്കേണ്ട, 100 രൂപ അങ്ങനെ നിങ്ങൾ എടുത്തോളൂ, അത് വേണ്ട എനിക്കെന്ന് ഞാൻ പറഞ്ഞു. കാരണം കുറഞ്ഞു പോയോണ്ടാണ്. ഞാൻ പറഞ്ഞില്ല, അയച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ 100 രൂപ വരെ അയച്ചവരുണ്ട് എനിക്ക്. തീർച്ചയായും അതാണ് ആ ഒരു സ്നേഹം എന്ന് പറയുന്നത്. ഈ ഒരു സ്നേഹം എന്നും അമ്മയോടൊപ്പം മലയാളികൾക്ക് എന്നും ഉണ്ടാകും. മലയാളികൾക്ക് മാത്രമല്ല, അന്യ ഭാഷ ഈ സിനിമ ആസ്വാദകർക്കൊക്കെ അമ്മയോട് എപ്പോഴുള്ള ഒരു സ്നേഹമുണ്ട്, ആ ഒരു വാത്സല്യമുണ്ട്. എന്തായാലും ഇനിയും കുറേയധികം സിനിമകളിലും സീരിയലിലൊക്കെ അമ്മേനെ എന്നും കാണാൻ സാധിക്കട്ടെ. വളരെയധികം നന്ദി അമ്മ. താങ്ക് യു. സന്തോഷം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.